കരുതലും കൈത്താങ്ങുമുള്ള കണ്ണൂരിൻ്റെ മണ്ണിൽ പേരാവൂരിലെ സാധാരണക്കാർക്കും കർഷകർക്കും സാമ്പത്തിക ഊർജം പകരുന്ന ധനകാര്യ സ്ഥാപനമാണ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്. കഴിഞ്ഞ 7 ദശാബ്ദക്കാലമായി പ്രാദേശിക മേഖലയിലെ ജനങ്ങളുടെ ജീവിത നിലവാര സൂചികയ്ക്ക് ആവേഗം നൽകുന്ന ഈ സഹകരണ ബാങ്ക് കഴിഞ്ഞ 10 വർഷമായി ലാഭത്തിൻ്റെ നേർവഴിയിലാണ്. അർപ്പണതയും അച്ചടക്കവുമുള്ള ജീവനക്കാരും സഹകാരികളും ഭരണസമിതിയും നൽകുന്ന അനുസ്യൂതമായ പിന്തുണയാണ് ഈ സഹകരണ ബാങ്കിനെ പുരസ്കാര നെറുകയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ആ വിജയഗാഥ നമുക്ക് കാണാം. തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്, സഹകരണത്തിന്റെ വിജയഗോപുരം. നാട്ടുകാർക്കും കർഷകർക്കും കച്ചവടക്കാർക്കും മാത്രമല്ല, പേരാവൂർന്ന ചെറുഗ്രാമത്തിലെ ചെറുകിട വ്യവസായികൾക്കും തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് എന്ന ധനകാര്യ സ്ഥാപനം കരുത്തേകി മുന്നേറുകയാണ്. അച്ചടക്കവും അർപ്പണതയുമുള്ള ജീവനക്കാരാണ് അടിസ്ഥാനപരമായി ബാങ്കിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നത്. രാവിലെ 9 മണിയോടുകൂടി എത്തുന്ന ജീവനക്കാർ ഉടൻ തന്നെ ഇടപാടുകാരുടെ കാര്യങ്ങളിലേക്ക് തിരിയുകയാണ്. 10 മുമ്പ് തന്നെ ഇടപാടുകാർ എത്തും. ബാങ്കിലേക്ക് എത്തുന്ന ആരെയും ആദ്യം ചായയോ കാപ്പിയോ നൽകി സ്വീകരിക്കുക എന്ന വേറിട്ട ശൈലി തൊണ്ടിയിലെ ജീവനക്കാർക്കുള്ളതാണ്. ചായ കുടിക്കുന്നതോടൊപ്പം കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അവരുടെ ആവശ്യത്തിലേക്ക് കടന്നു ചെല്ലുന്നു. സങ്കടങ്ങളുടെയും ദുരിതങ്ങളുടെയും പെരുമഴക്കാലത്ത് നിങ്ങൾക്ക് നൽകാൻ ഓരോ കുട വീതമില്ല. എന്നാൽ ഞങ്ങളുടെ കുടയ്ക്ക് കീഴിൽ നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. സഹകരണത്തിൻ്റെ ഈ കുട നിവർത്തി തൊണ്ടിയിൽ മറ്റ് സഹകരണ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ്. കർഷകർ ഏറെയുള്ള ഈ മേഖലയിൽ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവും ഉൽപാദന ചെലവും നിമിത്തം കൃത്യമായ വിപണി കണ്ടെത്താൻ കർഷകർ അമാന്തിച്ചു നിൽക്കുമ്പോൾ അവർക്ക് സഹായകമായി ആരംഭിച്ചതാണ് ഗാർഡൻ ഫ്രഷ് എന്ന കാർഷികോൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രം. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ഇത് നാടിൻ്റെ പ്രധാന വിപണന കേന്ദ്രമായി മാറുകയും ചെയ്തു. മറ്റ് ആളുകൾക്ക് ഈ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ സീസൺ സമയത്തും ഓഫ് സീസൺ സമയത്തും ഇവർ ബിസിനസ്സുകാർ ഈ കർഷകരെ ഒരു വഞ്ചിക്കുന്നതായിട്ട് തോന്നി ഞങ്ങൾക്ക്. കാരണം 50 രൂപ നേന്ത്രക്കായ്ക്ക് വിലയുള്ളപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ 35 രൂപ എന്ന് പറയുന്നു. അങ്ങനെ കപ്പ കൊണ്ടുവരുന്നാൽ ഒന്നും മാർക്കറ്റില്ല, ഇന്ന് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അവർ ഉൽപ്പന്നങ്ങൾക്ക് ഇവർക്ക് ഡിമാൻഡ് കുറച്ച് ഈ കർഷകൻ ഇത് ഒരു കടയിൽ ചുമന്ന് മറ്റു കടകളിലേക്ക് അവസാനം മടുത്ത് ഏതെങ്കിലും ഒരു കടയിൽ ഏൽപ്പിക്കുന്നു. അത് ഞങ്ങളുടെ ശ്രദ്ധയപ്പെട്ടു ഭരണസമിതിയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ജീവനക്കാരുടെയും മൊത്തം മീറ്റിംഗ് വിളിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ആശയം തുടങ്ങാം. കർഷകൻ്റെ മുഴുവൻ ഉൽപ്പന്നങ്ങൾ, അവൻ്റെ കാന്താരിമുളക് മുതൽ അവൻ്റെ കൃഷിയിൽ 1 കിലോ വെണ്ടയ്ക്കാണെങ്കിലും 500 ഗ്രാം പച്ചമുളകാണെങ്കിൽ നമ്മുടെ ബാങ്ക് സ്വീകരിക്കുന്നു. എന്ത് ഉൽപ്പന്നം കൊണ്ടുവന്നാലും വേണ്ടാന്ന് പറയുന്നില്ല, അത് സ്വീകരിക്കുന്നു. നമ്മളത് എന്ത് ചെയ്യുന്നു, അടുത്ത സ്ഥലം പോയി മാർക്കറ്റ് ചെയ്യുന്നു. കൃഷിക്കാരൻ അവന് അന്നേരം ആ കടകളിലുള്ള എന്തെല്ലാം ഉൽപ്പന്നങ്ങൾ, അരി മുതൽ വീട്ടിലേക്കുള്ള പല വ്യഞ്ജനങ്ങളെല്ലാം അവിടുന്ന് വാങ്ങിച്ചു പോകുന്നു. അവർ കൊണ്ടുത്തരുന്ന സാധനങ്ങൾ ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുന്നു. ഇനി അവർക്ക് ഇതൊന്നും വേണ്ട എങ്കിൽ അവർക്ക് തിരിച്ച് പണമായി തിരിച്ചുവിടും. അപ്പോൾ പണ്ടത്തെ ഒരു കൊടുക്കൽ വാങ്ങൽ ഒരു രീതിയിലേക്ക് ഈ ഒരു കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഗാർഡൻ ഫ്രഷ്. നമുക്ക് കർഷകരെ ഉൽപ്പാദിപ്പിക്കുന്ന എന്ത് സാധനവും അവിടെ കൊണ്ടുവരാം. അത് അവരുടെ നേതൃത്വത്തിൽ തന്നെ വിൽപ്പന നടത്തുന്നു. അവരുടെ റിസ്കിൽ അത് വിൽപ്പന നടത്തി ഡയറക്റ്റ് പണ്ടുള്ള നമ്മുടെ ആഴ്ചച്ചന്തയുടെ ഒരു കൺസെപ്റ്റിലാണ് നമ്മളത് ആദ്യം പ്ലാൻ ചെയ്തത്. പിന്നീട് അത് ബിൽഡിംഗ് ഒക്കെ കെട്ടി വന്നപ്പോൾ അതിൽ നമ്മുടെ സൂര്യപ്രകാശത്തിന്റെ ഡയറക്ഷൻ ഒക്കെ കൂടിയതുകൊണ്ട് പിന്നെ അത് AC ആക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് നമ്മളത് കൂടുതലായിട്ട് പലചരക്ക് സാധനങ്ങളും നിത്യോപയോഗ സാധനങ്ങളൊക്കെ അതിനകത്തോട്ട് ഉൾക്കൊള്ളിച്ചത്. ബാങ്ക് അത് കർഷകരുടെ സാധനങ്ങൾ സംഭരിക്കാൻ വേണ്ടിയുള്ള ഡിപ്പോ ആയിട്ട് തുടങ്ങിയതാണ്. അതുകൊണ്ട് തന്നെയാണ് തോട്ടത്തിൽ നിന്ന് എടുക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ ലഭ്യമാകുന്നു എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയാണ് ഗാർഡൻ ഫ്രഷ് എന്നുള്ള പേര് അവിടെ. ബാർട്ടർ വ്യവസ്ഥയിൽ ഉൽപ്പന്നങ്ങൾ കൈമാറാൻ വരുന്നവർ വരെയുണ്ട്. നാടൻ കോഴിമുട്ട മുതൽ സ്വന്തം വീട്ടിലെ വാഴപ്പഴം വരെ ഇവിടെ വിപണനത്തിന് നാട്ടുകാർ എത്തിക്കുന്നു. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയിട്ട്
ഞങ്ങൾ JLG ഗ്രൂപ്പുകൾ 4 പേരടക്കുന്ന JLG ഗ്രൂപ്പുകൾ രൂപീകരിച്ചു. അവർ ഇപ്പം വാഴക്കൃഷിയാണെങ്കിലും അവരെല്ലാം രൂപീകരിച്ച് അവരുടെ നിലമൊരുക്കാനുള്ള പൈസയൊക്കെ എല്ലാം നമ്മൾ ലോണായിട്ട് കൊടുത്ത് അവരുടെ ഉൽപ്പന്നങ്ങൾ ആയിക്കഴിഞ്ഞ ശേഷം നമ്മളൊരു ഗാർഡൻ ഫ്രഷ് ഷോപ്പുണ്ട്. അത് വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. ഇതിനോട് ചേർന്നുള്ള നഴ്സറിയും കാര്യമായ സ്വാധീനമാണ് കർഷകരുടെ ഇടയിൽ ചെലുത്തുന്നത്. നല്ല ഇനം വിത്തുകളും അത്യുൽപാദന ശേഷിയുള്ള തൈകളും വിതരണത്തിനായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. ഒപ്പം കർഷകർക്ക് വേണ്ട ഉപദേശങ്ങളും നൽകുന്നു. കൃഷിക്കാർക്ക് നമ്മളിപ്പോൾ പ്ലാവും തൈ കൊടുക്കുന്നുണ്ട്. 2-ാം വർഷം ചക്ക കഴിക്കും. ആ ചക്ക നമ്മൾ ഈ ഇവിടെ മേടിക്കും. ചക്ക അത് മറ്റേ പലവൃക്ഷ തൈകൾ എല്ലാം കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ആ സ്ഥലം നമ്മൾ തന്നെ സ്ഥലം പോയി കണ്ട് നമ്മൾ തന്നെ നട്ടു കൊടുക്കും. നബാർഡിന്റെ JLG ഗ്രൂപ്പുകൾ ആരംഭിച്ച് അവർക്ക് സഹായം നൽകി വിവിധ ഉൽപ്പന്ന നിർമ്മാണങ്ങൾക്ക് പ്രോത്സാഹനം നൽകി വരുന്നു. മുട്ടക്കോഴി ഉൽപാദനം അതിന്റെ ഭാഗമായാണ്. മത്സ്യവും ചക്കകൃഷിയുമൊക്കെ ഇതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇതിനു പുറമെ ആഴ്ചച്ചന്ത എന്ന സംവിധാനവും ആവിഷ്കരിച്ച് നടപ്പിലാക്കി. അത് കാര്യമായ സ്വാധീനമാണ് ഈ മേഖലയിലെ ഉൽപാദകർക്കും ഉപഭോക്താക്കൾക്കും നൽകുന്നത്. അതായത് നമ്മൾ ആദ്യം അതിന് ഉദ്ദേശിച്ചിരുന്നത് നാടൻ സാധനങ്ങൾ, നബാർഡിന്റെ ഒരു റൂറൽ ഹാറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിന്റെ കോപ്പിയാണ് അവിടുന്ന് നബാർഡിൽ നിന്ന് ഞങ്ങൾക്ക് തന്നിരുന്നത്. റൂറൽ ഹാറ്റ് എന്ന് പറഞ്ഞാൽ നാട്ടുചന്ത, നമ്മുടെ പച്ചമലയാളത്തിൽ നാട്ടുചന്ത എന്ന് തന്നെയാണ് റൂറൽ ഹാറ്റ്. ഇനി ഞങ്ങൾ അവിടെ ഉടൻ തന്നെ തുടങ്ങാൻ പോകുന്ന ഒന്നാണ് ആഴ്ചച്ചന്ത. നമുക്കിങ്ങനെ JLG അംഗങ്ങളായി ചേർത്തുകൊണ്ട് ലോൺ കൊടുത്താൽ ഒരു അവരുടേതായ ജീവിത നിലവാരം മാറും. അങ്ങനെ ഞങ്ങൾ 50ഓളം JLG ഗ്രൂപ്പുകൾ ഇവിടെ തുടങ്ങി. ഈ 50ഓളം JLG ഗ്രൂപ്പിൻ്റെ അകത്ത് വ്യത്യസ്ത തരങ്ങളായ മേഖലകൾ അവർക്ക് കൊടുത്തു. ഞങ്ങൾ തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തു. തേനീച്ച വളർത്തൽ, പശു വളർത്തൽ, പിന്നീട് വാഴയില കൃഷി, നേന്ത്രവാഴ കൃഷി, നെൽകൃഷി, അങ്ങനെ വിവിധ തരങ്ങളായ മേഖലകൾ. ഇതുകൂടാതെ ഞങ്ങൾ പുതിയതായ മറ്റ് കേരളത്തിൻ്റെ തെക്കോട്ട് ജില്ലകളിലേക്ക് പഠിക്കാൻ പോയി. സെക്രട്ടറി, ഞാൻ, ഭരണസമിതി അംഗങ്ങൾ. പറവൂര് ബാങ്ക് അവിടെ വ്യത്യസ്തമായ രീതിയിലാണ്. അതുപോലെ തന്നെ നീലൂർ സർവീസ് സഹകരണ ബാങ്ക്, പാല, അവരൊക്കെ മറ്റ് മേഖലകളിലേക്ക്. അങ്ങനെ ഞങ്ങളും പുതിയ സംരംഭങ്ങളിലേക്ക് 2014-10-24 ബാങ്കിൻ്റെ സാമ്പത്തികമായ ഭദ്രതയിലെത്തി. ഞങ്ങൾ മുട്ടഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് കോഴിയെ കൊടുത്തു. ഇപ്പോൾ 6 മാസമായപ്പം കോഴികൾ മുട്ടയിടുന്നു. നമുക്ക് തന്നെ ചിലവാക്കാൻ പറ്റാത്ത, നമ്മൾ പുറത്തേക്ക് വിപണി കണ്ടെത്തുന്ന അത്രയും രീതിയിൽ മുട്ടകൾ വരുന്നു. അതുപോലെ ഏത് കാര്യങ്ങളും സംരംഭങ്ങൾ തുടങ്ങാൻ എല്ലാം. ജ്വല്ലറിക്കാർ ഞങ്ങളുടെ അടുത്ത് ലോൺ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുകാർ ലോൺ വാങ്ങിക്കാറുണ്ട്. പക്ഷേ എന്ത് വാങ്ങിക്കുമ്പോഴും ഞങ്ങളുടെ ഏരിയേൻ്റെത് കൃത്യമായ തിരിച്ചടവ് കപ്പാസിറ്റി ആദ്യം ചോദിക്കും. ഒരു സ്ഥലം വാങ്ങിയ ഒരാൾക്ക് തിരിച്ചടയ്ക്കാൻ അയാൾ വിറ്റിട്ട് തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കത്തില്ല. അവരുടെ മറ്റ് ഇൻകം കൂടെ പഠിച്ച് ഞങ്ങൾ ലോൺ കൊടുക്കും. അങ്ങനെ ഞങ്ങൾക്ക് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും നല്ല ബാങ്കായിട്ട് ഞങ്ങൾക്കൊരു അവാർഡ് കിട്ടി. കഴിഞ്ഞ കൊല്ലം സെക്രട്ടറിനെയും പ്രസിഡന്റിനെയും വിളിച്ച് ഈ ഇരിട്ടി താലൂക്ക് 26 ബാങ്കിൽ ഓവർഡി ശതമാനം 1% ഏറ്റവും നല്ല ഓവർഡി കുറഞ്ഞ ബാങ്കായിട്ടും ഡെപ്പോസിറ്റിൽ 2ാമത്തെ ബാങ്കായിട്ടും 2 അവാർഡുകൾ ഞങ്ങളെ സമീപിച്ച് എത്തി. അതുകൂടാതെ ദീപിക പത്രത്തിൻ്റെ ഒരു അവാർഡ് ഞങ്ങളെ വിളിച്ച് അത് ഞങ്ങൾക്ക് തന്നു. അങ്ങനെ പൊതുസമൂഹത്തിൽ സഹകരണ പ്രസ്ഥാനത്തിന് ഒരു വേരോട്ടം, ഒരു നല്ല ബാങ്ക് എന്ന രീതിയിൽ ഒരു പൊതുസമൂഹത്തിലേക്ക് ഒരു വിഷൻ എത്തിക്കാൻ സാധിച്ചു. എൻ്റെ പറയുകയാണെങ്കിൽ ഞാനൊരു 100 കോഴിനെ മേടിച്ചു. 2-3 മാസം കഴിയുമ്പോൾ മുട്ടയിടാൻ തുടങ്ങും. ആ മുട്ട നമ്മൾ ഇവിടെ മേടിക്കും. അവിടുന്ന് ആൾക്കാർക്ക് മുട്ട കൊടുക്കും. മിച്ചം വരുന്ന മുട്ട പുറത്തോട്ട് കയറ്റുള്ളൂ. തലശ്ശേരി, ഇരിട്ടി, കണ്ണൂർ അങ്ങോട്ടൊക്കെ കയറ്റുള്ളൂ. ഇപ്പം മുട്ട വരാൻ തുടങ്ങിയിട്ടുള്ളൂ. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ബാങ്ക് 40ഓളം JLGകൾ രൂപീകരിച്ച് ബാങ്കിന്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഒരു 1000 മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുകയും അതിന് കൂടും തീറ്റയും അടക്കമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബാങ്കിന്റെ നേതൃത്വത്തിൽ തന്നെ ചുരുങ്ങിയ ചെലവിൽ വിതരണം ചെയ്തു. അവർക്ക് അതിന് മുടക്കാൻ കാശില്ലെങ്കിൽ മുഴുവൻ സംഖ്യയും ലോണായിട്ട് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നീട് തേനീച്ച കൃഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്, പച്ചക്കറി കൃഷിക്കാർക്ക് കൊടുക്കുന്നുണ്ട്, പശു വളർത്തലിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ കർഷകർക്ക് ആവശ്യമായ മേഖലകൾ എന്തൊക്കെയാണെന്ന് അവർ ആവശ്യപ്പെടുന്നു അതിനെല്ലാം നമ്മൾ സഹായങ്ങൾ ചെയ്തു വരുന്നുണ്ട്. പേരാവൂർ മേഖലയിലെ ക്ഷീരവികസനം എടുത്തു പറയേണ്ടതാണ്. വിവിധ ഇനം പശുക്കളെ വാങ്ങാനും അവയ്ക്ക് വേണ്ട തൊഴുത്തും
പാൽ പാക്കിംഗ് യൂണിറ്റുമൊക്കെ നിർമ്മിക്കുന്നതിന് വായ്പ നൽകുക വഴി ക്ഷീരമേഖലയിലും മാറ്റം കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ സഹായിച്ചിട്ടുള്ള കർഷകരെല്ലാം സംതൃപ്തരാണ്. അവരുടെ ഇപ്പോഴുള്ള നിലവാരത്തിലേക്കാളും ഇപ്പോൾ ഉള്ള വരുമാനത്തിന്റെ അവർക്ക് അധികം സമയം ചെലവഴിക്കേണ്ടി വരുന്നില്ല ഇതിന്. അതിനുശേഷം അവർക്ക് ഒരു അധിക വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പം ഒരു സ്ഥിര വരുമാനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം നമുക്ക് നേടാൻ സാധിക്കില്ല. അതിനു വേണ്ടിയിട്ടാണ് ബാങ്ക് ഒരു 200ഓളം പേർക്ക് ഡയറക്റ്റ് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഗ്രികൾച്ചർ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ തുടങ്ങാൻ വേണ്ടി AIF പദ്ധതി പ്രകാരം അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉപയോഗിച്ച്, നബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ച് 2 കോടി രൂപയോളം നമുക്ക് 1% പലിശയ്ക്ക് നബാർഡിൽ നിന്ന് കിട്ടാൻ നമ്മൾ സ്കീം വെച്ചിട്ടുണ്ട്. അത് പാസ്സായി ഏകദേശം ഇരിക്കുന്നതാണ്. ഇത് പെരുന്തോടിയിലെ ജിതിൻ രാജ്. പ്രതിദിനം 800 മുതൽ 1000 ലിറ്റർ വരെ പാൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണ് ഇവിടെ. പ്രതിരോധ ശേഷിയും ഉൽപാദനശേഷിയുമുള്ള മികച്ച ഇനം പശുക്കളെ പലയിടത്തു നിന്നും കൊണ്ടുവന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പാൽ പാക്കിംഗ് മെഷീനും ബാങ്ക് പരോക്ഷമായ സഹായവും വായ്പയും നൽകിയിട്ടുണ്ട്. പശു ഒരു 10-15 പശുണ്ട് ഇവിടെ. ലാഭകരം എന്ന് പറഞ്ഞാൽ മാക്സിമം അവരുടെ ബോഡി വെയിറ്റ് അനുസരിച്ച് ഫീഡ് കൊടുക്കുന്നു, വളരെ സെലക്റ്റീവായിട്ട് കൊടുക്കുന്നു. ശ്രദ്ധിക്കാതെ ഫീഡിൻ്റെ മുകളിൽ ശ്രദ്ധിക്കും, മാക്സിമം ഓർഗാനിക് ഫീഡ് കൊടുക്കാൻ ശ്രമിക്കും. ഫീഡ് നമ്മളൊരു വയനാട്ടിൽ നിന്ന് വരുന്നൊരു ഓർഗാനിക് ഫീഡാണ് കൊടുക്കുന്നത്, കാഫ്കോ എന്നും പറഞ്ഞിട്ട്. കോറോത്ത് മാനുഫാക്ചർ ചെയ്യുന്നൊരു ഫീഡാണത്, കാഫ്കോ എന്ന് പറഞ്ഞിട്ട്. അതാണ് മാക്സിമം കൊടുക്കുന്നത്. പിന്നെ പുതിയ പശുക്കളെ വാങ്ങുമ്പം ആ പശുക്കളുടെ ശീലം എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഫീഡ് കൊടുത്ത് അതിൽ നിന്ന് മെല്ലെ മെല്ലെ കുറച്ച് കൊണ്ടുവന്ന് നമ്മുടെ രീതിയിലേക്ക് മാറ്റും. പിന്നെ ചോളം, CO3, സൈലേജ്, കച്ചി എല്ലാം കൊടുക്കും ഇവിടെ. ബാങ്ക് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് നമ്മളെ. തൊണ്ടി സാറിൻ്റെ ബാങ്കാണ് സഹായിക്കുന്നത്. ഇപ്പം അടുത്തൊരു 3 ലക്ഷം രൂപേൻ്റെ ലോണ് പാസ്സാക്കി തന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാൻ, അല്ലെങ്കിൽ തൊഴുത്തിൻ്റെ പണിക്ക് പശുക്കളെ വാങ്ങാനെല്ലായിട്ട് ഉപയോഗിക്കും. പിന്നെ ബാങ്കിൻ്റെ തന്നെ ഒരു യൂണിറ്റ് ഉണ്ട്, ഷോപ്പ് തൊണ്ടി ടൗണിൽ. അവിടെ ഞങ്ങൾ പാല് കൊടുക്കുന്നുണ്ട്. അവർ നമ്മുടെ പാലും തൈരെല്ലാം മാക്സിമം എടുത്ത് സഹകരിക്കുന്നുണ്ട്, നെയ്യ് എല്ലാം എടുത്ത് സഹകരിക്കുന്നുണ്ട്. നമ്മൾ തന്നെ പാല് മേടിക്കാൻ സംവിധാനമായി വരുന്നുണ്ട് നമ്മുടെ ഇതിനകത്ത് തന്നെ. അതുപോലെ തൈര്, ഞാൻ പശുവിനെ മേടിച്ച് കഴിഞ്ഞാൽ പാല് കൊടുക്കുന്നു, വേറെ ആൾ തൈര് മോരാക്കി കൊടുക്കുന്നു. എല്ലാവരും പാലല്ല വേണം. കൃഷിക്കാരെ സഹായിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. ഇനി ഈ കാണുന്ന 3 ഏക്കർ ഭൂമി ഒരു കാർഷിക വ്യാവസായിക പാർക്കായി മാറുകയാണ്. അതിനുള്ള അടിസ്ഥാന ഒരുക്കങ്ങൾ തൊണ്ടിയിൽ സഹകരണ ബാങ്ക് പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. 250 പേർക്ക് തൊഴിൽ നൽകാൻ കഴിയുമെന്ന് ബാങ്ക് അധികൃതരും MLAയും പറയുന്നു. ഞങ്ങൾ മന്ത്രിയുമായിട്ട് ഈ പുളക്കുറ്റി തൊണ്ടി ലേലത്തെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ തൊണ്ടി ബാങ്കിൻ്റെ മിഷൻ ആൻഡ് വിഷൻ, അതാണ് അവരുടെ കാഴ്ചപ്പാടും അവർ ഏറ്റെടുക്കുന്ന ദൗത്യവും. ഇത് രണ്ടും മന്ത്രി അപ്രീഷിയേറ്റ് ചെയ്തു. ബഹുമാന്യനായ സഹകരണ മന്ത്രി ശ്രീ എൻ വാസവൻ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ചർച്ച നടത്തിയപ്പോഴും തൊണ്ടിയോട് അദ്ദേഹം മുന്നോട്ട് പോകേണ്ടെന്നുള്ള നല്ലൊരു പച്ചക്കൊടിയാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഡിപ്പാർട്ട്മെൻറ്റ് പഴയ സഹകരണ സെക്രട്ടറി, രജിസ്ട്രാർ ഇവർക്കെല്ലാം അതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടുള്ള സഹകരണം നൽകാൻ മന്ത്രി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. വ്യവസായ പാർക്കിലും അവർ പുരോഗമിക്കും. അതും അവരെ വിജയകരമാക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇനി ഞങ്ങളുടെ ചിന്തയിൽ 50ഓളം JLG 250 കുടുംബങ്ങളുണ്ട്. ആ 50 JLG 250 കുടുംബങ്ങൾ പോരാ, അത് 250 JLGക്ക് 1000ഓളം കുടുംബങ്ങളെ സംരക്ഷിക്കാം. സാമ്പത്തികമായി തകർന്നിരിക്കുന്ന കൃഷിക്കാരെ നമ്മൾ വളർത്തണം. അവരുടെ ഉപജീവന മാർഗം അന്യരാജ്യത്തോ അന്യ സംസ്ഥാനങ്ങളിലോ ജോലിക്ക് ആശ്രയിക്കാതെ അവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ വ്യവസായ പാർക്ക് ഞങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ 3 ഏക്കർ സ്ഥലം വാങ്ങിച്ചു. ആ 3 ഏക്കർ സ്ഥലത്ത് ഈ 5 വർഷ കാലയളവിൽ നമ്മുടെ പുതിയ തരത്തിലുള്ള തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് തീരുമാനിച്ചിരിക്കും. ആ സ്ഥലം രജിസ്റ്റർ ചെയ്ത് അവിടെ ഒരു ഫാക്ടറി ഒക്കെ വരികയാണെങ്കിൽ 200ഓളം പേർക്ക് ഡയറക്റ്റായിട്ട് ജോലി കൊടുക്കുകയും അതിന് ബേസായിട്ട് മറ്റ് ചക്ക, മാങ്ങ പഴം എന്നിവയൊക്കെ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ ഈ മേഖലകളിലെ കർഷകർക്ക് അവരുടെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന കാലത്ത് അത് സംസ്കരിച്ച് സൂക്ഷിക്കുവാനും ഭാവിയിലോട്ട് അത് വിൽപ്പന നടത്തുവാനും സാധിക്കുന്ന രീതിയിൽ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താം എന്നാണ് ബാങ്ക് വിചാരിക്കുന്നത്. അത് ഞങ്ങൾ ഈ അടുത്തിടയ്ക്ക് ഭരണസമിതി അംഗങ്ങളും ഞാൻ അടക്കമുള്ള ഞങ്ങൾ കേരളത്തിലെ വിവിധ ഈ മേഖലകളിൽ വൈവിധ്യവൽക്കരണം നടത്തി വിജയിച്ച ബാങ്കുകളിൽ പോയിരുന്നു. അവിടങ്ങളിലൊക്കെ ഈ ചക്കയും മാങ്ങയും ഒക്കെ പ്രോസസ്സ് ചെയ്ത് ഉണക്കി സൂക്ഷിച്ച്
വിദേശങ്ങളിലേക്ക് വൻ ഡിമാൻഡാണ് അവരുടെ സാധനങ്ങൾക്ക്. കാരണം മായമില്ലാതെ ചെയ്യുന്ന അത് ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അത് സംസ്കരിച്ച് അവരൊക്കെ മാർക്കറ്റിലോട്ട്, അന്താരാഷ്ട്ര മാർക്കറ്റിൽ പോലും അവരുടെ സാധനങ്ങൾക്ക് ഡിമാൻഡാണ് എന്നുള്ളത് അവിടെ നിന്ന് ഞങ്ങൾ പഠിച്ചു. അവരുടെയും കൂടെ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് അവർ എല്ലാ കാര്യങ്ങളും നടപ്പാക്കിയ ബാങ്കുകൾ ഈ മേഖലയിലോട്ട് ഞങ്ങളോട് സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മാർക്കറ്റ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിലാണ് ഞങ്ങൾ ഈ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പുതുതലമുറ ബാങ്കുകൾ നാടിന്റെ ഓരോ മേഖലയിലേക്ക് കടന്നു വരുമ്പോഴും ഈ സർവീസ് സഹകരണ ബാങ്കും ആധുനികവൽക്കരണത്തിനെതിരെ മുഖം തിരിക്കുന്നില്ല. ATM-ഉം അതോടൊപ്പം CDM-ഉം സ്ഥാപിച്ച് എല്ലാ ബാങ്കുകളുമായി ഇടപാടിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുകയാണ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്. അതോടൊപ്പം M-Score എന്ന മൊബൈൽ ആപ്പ് പരിഷ്കരിച്ച് TB Score എന്ന പേരിൽ നടപ്പിലാക്കി ഇതുവഴി മൊബൈൽ ഫോൺ വഴിയും ബാങ്ക് ഇടപാട് നാട്ടുകാർക്ക് നടത്താവുന്ന രീതിയിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു. അതും ഈ ഗ്രാമീണ ബാങ്കിന്റെ വിജയമായി കാണുകയാണ്. മറ്റ് ബാങ്കുകളുടെ ATM, CDM എല്ലാം ഇവിടെ വർക്ക് ചെയ്യും, നമ്മുടെ മിഷനിൽ വർക്ക് ചെയ്യും. ഏറ്റവും പ്രധാനം CDM എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പോൾ അതിഥി തൊഴിലാളികൾ ഒത്തിരി നമ്മുടെ ഈ മേഖലകളിലുണ്ട്. അവർക്കൊക്കെ ഒരു പ്രയാസം, ബാങ്കുകളിൽ പോയി, മലയാളം സംസാരിക്കുന്ന ബാങ്കുകളിൽ പോയി ഒരു ഇടപാട് നടത്താൻ അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അവരെയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഈ CDM ഇവിടെ, അവരെ ഒത്തിരി പേര് അത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട്. മൊബൈൽ ആപ്പ് ബാങ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 6-7 മാസമേ ആയിട്ടുള്ളൂ. ആദ്യഘട്ടത്തിൽ അത് നമുക്ക് പ്ലേ സ്റ്റോറിലോട്ട് 6 മാസം റണ്ണിങ് ടൈം ഉണ്ടായിരുന്നു. ഈ ഒരു മാസത്തിൽ താഴെയായിട്ടുള്ളൂ പ്ലേ സ്റ്റോറിലോട്ട് നമുക്ക് അത് അപ്ലോഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. M-Score എന്ന പേരിൽ ബാങ്കിന്റെ ഒരു ആപ്പാണ് TB Score എന്ന് ഞങ്ങൾ പുനർനാമകരണം ചെയ്തു. അതിന്റെ കോമൺ സോഫ്റ്റ്വെയർ എന്നുള്ളത് M-Score എന്നുള്ളതാണ്. TB Score എന്ന പേരിൽ നമ്മൾ അത് ആളുകൾക്ക് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പേരാവൂർ, കണിച്ചാൽ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയായി വരുന്ന ബാങ്കിൽ നെടുമ്പൊയിലും പുളക്കുറ്റിയിലും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ശാഖകളാണുള്ളത്. 7270 അംഗങ്ങളും 1,04,00,000 രൂപ ഓഹരി മൂലധനവുമായി പ്രവർത്തിക്കുന്ന ബാങ്ക് ഇടപാടുകാരുടെ സംതൃപ്തിയിലും സന്തോഷത്തിനുമാണ് ഊന്നൽ നൽകുന്നത്. ചിട്ടവട്ടങ്ങളില്ലാതെ അതിവേഗ ഇടപാടും വായ്പാ സഹായവും എത്തിക്കുന്നു. സാമ്പത്തിക പ്രവർത്തനം മന്ദീഭവിച്ച് നിക്ഷേപകരെ പ്രതിസന്ധിയിലാക്കിയ പൂളക്കുറ്റി സഹകരണ ബാങ്ക് ഏറ്റെടുക്കാനായതും നിക്ഷേപകർക്ക് തുക തിരിച്ചു നൽകാനായതും കണ്ണൂരിന്റെ മണ്ണിൽ വിശ്വാസ്യതയും പ്രൗഢിയും തൊണ്ടിയിൽ ബാങ്കിന് ഉയർത്തിയിരിക്കുന്നു. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാറായിരുന്ന ദിനേശ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ MK ദിനേശ് ബാബുവിന്റെ നിർദ്ദേശമാണ് പിന്നീട് പ്രാവർത്തികമാക്കാനായത്. നിലവിലെ പ്രസിഡന്റ് സണ്ണി സിറിയക് വെല്ലുവിളി പോലെ ഈ ദൗത്യം ഏറ്റെടുക്കുവാൻ ബാങ്കിനെ പ്രേരിപ്പിക്കുകയായിരുന്നു. ഒരു രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ സപ്പോർട്ടും. അപ്പോൾ എനിക്ക് മനസ്സിലായി, രാഷ്ട്രീയമല്ല ഇതിനകത്ത് വിശ്വസ്തതയും സത്യസന്ധതയുണ്ടോ എല്ലാ ഉദ്യോഗസ്ഥന്മാരും നമ്മളെ സഹായിക്കും. അപ്പം നിയമത്തിനൊക്കെ ചില കാര്യങ്ങളൊക്കെ വഴിവിട്ട് വിശ്വാസത്തിനെ പരിഗണിച്ച് ഒരാളെ പെട്ടെന്ന് സഹായിക്കുകയാണ്. പൂളക്കുറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏറ്റെടുക്കാനായതോടെ ഇടപാടുകാരും അതിന്റെ സഹകാരികളും അക്ഷരാർത്ഥത്തിൽ ആശ്വാസത്തിന്റെ നെടുവീർപ്പിടുകയാണ്. ഒരുപറ്റ ആൾക്കാരുടെ ഒരു വിഷയമായിട്ട് മാറിയില്ലേ. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് എല്ലാം കൂടി എടുത്തിട്ടൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച്, അപ്പോൾ ഇത് എങ്ങനെയും നമുക്ക് നമ്മുടെ കാശ് തിരിച്ച് കിട്ടാതിരിക്കാൻ പറ്റില്ല. ഓരോരുത്തരും വളരെ എന്ന് പറഞ്ഞാൽ ഒരു ചില്ലിക്കാശ് പോലും വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ്. അത് നമുക്ക് തിരിച്ച് കിട്ടണം. അപ്പോൾ എങ്ങനെയാണ് തൊണ്ടി ബാങ്കുകാർ മുന്നോട്ട് വന്ന് പല മീറ്റിങ്ങുകൾ ആദ്യം നടത്തി. 2019 ആദ്യത്തെ മീറ്റിംഗ്, എൻ്റെ ഓർമ്മയിൽ 2019 നവംബറിലാണ്. നവംബറിൽ ഇങ്ങനെ മീറ്റിംഗ് ആദ്യം കൂടി. അപ്പോൾ ആ മീറ്റിങ്ങിൽ പറഞ്ഞു, ഇതുപോലെ തൊണ്ടി ബാങ്ക് ഇത് ഏറ്റെടുക്കും, നിക്ഷേപകർക്ക് പലിശ ഒഴികെ മുതൽ മാത്രം തന്നുകൊണ്ടുള്ള ഒരു സെറ്റിൽമെൻറ്റിനെ പറ്റിയാണ് അവർ സംസാരിച്ചത്. തൊണ്ടി ബാങ്ക് ഏറ്റെടുക്കാൻ വേണ്ടി രംഗത്ത് വന്നു. ആദ്യം കുറച്ചാളും ചർച്ചയൊക്കെ നടന്നിരുന്നു. അതിനുശേഷം പിന്നെ അത് ഇലക്ഷൻ നിന്നുപോയി. വീണ്ടും ഒരു 2 വർഷത്തിന് ശേഷം വീണ്ടും MLA-യും MP-യും രാഷ്ട്രീയ നേതാക്കളും എല്ലാം ഇടപെട്ടതിന് ശേഷം പിന്നെ മന്ത്രിയുടെ അടുത്ത് മീറ്റിംഗ് നടന്നു, രാഷ്ട്രീയപരമായ പല മീറ്റിംഗ് നടന്നു, തലശ്ശേരി ബിഷപ്പ് ഇടപെട്ടു. ഒത്തിരി ആൾക്കാരുടെ ഇതിനകത്ത് ഞങ്ങളുടെ പുറകെ അധ്വാനിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഇപ്പോൾ തൊണ്ടി ബാങ്ക് ഏറ്റെടുത്തു. ഡിപ്പോസിറ്റേഴ്സിന് മുതലെങ്കിലും തിരിച്ചു കൊടുക്കാനുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. പരിഹാരം തൊണ്ടി ബാങ്കുകാർ ഈ ബാങ്ക് തൊണ്ടി ബാങ്കിൽ ലയിപ്പിച്ചു. ഇത് പുളക്കുറ്റി സർവീസ് സഹകരണ ബാങ്ക് തൊണ്ടി ബാങ്കിൻ്റെ ബ്രാഞ്ചായിട്ട് മാറി. ബ്രാഞ്ചായിട്ട് മാറുന്നതോടൊപ്പം നിക്ഷേപകർക്ക് മുതൽ, അവരുടെ പ്രാരംഭ നിക്ഷേപത്തൊക്കെ മുതൽ കൊടുക്കാമെന്നുള്ളൊരു വാക്കാണ്. തൊണ്ടി ബാങ്കുകാരെ ഒരു വലിയൊരു എന്താ പറയുന്ന സേവനം എന്നല്ല പറയേണ്ടത്, അതിനേക്കാളൊക്കെ വലിയൊരു വാക്കാണ് പറയേണ്ടത്. കാരണം
അവരുടെ മഹാമനസ്കത കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായത്. കണ്ണൂർ ജില്ലയിലുള്ള ഏറ്റവും നല്ല ബാങ്കുകളിൽ ഒരു ബാങ്കാണ് തൊണ്ടി ബാങ്ക്. അവർക്ക് ആസ്തിയുള്ളതാണ് ഞങ്ങൾ ഏറ്റെടുക്കാൻ പോയത്. പിന്നെ പുളക്കിറ്റി ബാങ്കിന്റെ ആസ്തി ബാധ്യത അടക്കമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ബാങ്ക് വിജയത്തിന്റെ പടവുകൾ കയറുമ്പോഴും സാമൂഹ്യ ഉത്തരവാദിത്വം മറക്കുന്നില്ല. നാട്ടുകാർക്ക് വേണ്ടി സൗജന്യ നിരക്കിൽ ആരംഭിച്ച ആംബുലൻസ് സേവനം കാര്യക്ഷമമായി പ്രവർത്തിക്കുകയാണ്. കണ്ണൂരും മാംഗ്ലൂരുമൊക്കെ രോഗികളെ എത്തിക്കുവാൻ നാട്ടുകാർ ആശ്രയിക്കുന്നതും ഈ വണ്ടി തന്നെയാണ്. അതിന് ഞങ്ങൾ പുതിയ സംരംഭത്തിലേക്ക് മനസ്സിൽ കാണുന്നത്, ഇന്ന് നമ്മുടെ നാട്ടിന് ഏറ്റവും കൂടുതൽ ആരോഗ്യം വളരെ പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നത്. ആരോഗ്യമില്ലാത്തൊരു സമൂഹം വളർന്നു വരുന്നു. പണ്ട് കാലത്ത് നമുക്കൊരു പഞ്ചായത്തിലെടുത്തു കഴിഞ്ഞാൽ 5-10 രോഗികൾ, സീരിയസ് പേഷ്യൻസ്, ക്യാൻസർ പേഷ്യൻസ്, അല്ലെ ഹൃദയ അതുള്ള രോഗങ്ങൾ, ഹൃദയാഘാതം, അല്ലെങ്കിൽ കിഡ്നി പേഷ്യൻസ്, അങ്ങനെ ചെലവേറിയ രോഗങ്ങൾ വളരെ ചുരുങ്ങിയ ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഇന്നൊരു വാർഡിൽ, ഒരു പഞ്ചായത്തിൻ്റെ ഒരു വാർഡിൽ ചിന്തിച്ചാൽ ഒരു 10-20 ക്യാൻസർ പേഷ്യൻസ്, ഒരു 10-25 കൂടുതൽ കിഡ്നി പേഷ്യൻസ്, അങ്ങനെ വിവിധ തരങ്ങളായ മാരക രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ന് സമൂഹം കടന്നു പോകുന്നത്. ഇവരെ എന്ത് സംരക്ഷിക്കണമെന്നാണ് ഞങ്ങൾ ഇനി ചിന്തിക്കുന്നത്. അത് ഒന്ന്, അല്ലെങ്കിൽ പൊതുനന്മ ഫണ്ടിലെ ഇവരുടെ അടുത്തേക്ക് കൊടുക്കാതെ ബാങ്ക് ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി രൂപീകരിക്കുക. അങ്ങനെ ലാഭവിഹിതം ഒന്നെങ്കിൽ അവരുടെ ലാഭവിഹിതത്തിൽ നിന്നൊരു വിഹിതം ഈ ഇൻഷുറൻസ് കമ്പനിയായിട്ട് ബന്ധപ്പെടും. അതല്ലേ പൊതുനന്മ ഫണ്ടിൽ നിന്ന് അവരുടെ ഞങ്ങളുടെ മെമ്പർമാരെ സുരക്ഷിതരായിരിക്കുക. രോഗം വരുമ്പോൾ അവർക്ക് അന്ന് ആസ്പത്രിയിൽ പോകാൻ ചികിത്സ കിട്ടാൻ സഹായം ഇല്ലാത്ത, ഒരു ചികിത്സ കിട്ടാതെ ഒരു ആസ്പത്രിയിൽ പോകാതെ മരണം സംഭവിക്കരുത്. അതാണ് ഞങ്ങളുടെ പുതിയ വിഷനിലേക്ക് ഞങ്ങൾ കൈയിലെത്തുന്നത്. 2,14,00,000 രൂപയുടെ അറ്റ ലാഭം നമുക്ക് നേടുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കർഷകർക്ക് കൂടുതലായിട്ട് മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുകയും ആംബുലൻസ്, നമ്മൾ അതിന്റെ റണ്ണിങ് കോസ്റ്റിലാണ് ആംബുലൻസ് മിക്ക കേസുകളിലും നമ്മൾ ഓടുന്നത്. ചില കേസുകളിൽ പൈസ മേടിക്കാതെയും ഓടുന്നുണ്ട്. അങ്ങനെ ഇടപാടുകാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുമായി പ്രത്യേക സഹകരണ ബന്ധം ഉണ്ടാക്കിയെടുക്കുന്ന ബാങ്ക് അധികൃതർ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനും സംരംഭക വിപുലീകരണത്തിനും ചാലകശക്തിയാവുകയാണ്. നാട്ടിലെ റോബിൻ ബേക്കറിക്ക് ഈ ബാങ്കുമായുള്ള ദീർഘകാല ബന്ധം പരസ്പര വിജയത്തിൻ്റെ കഥ കൂടി പറയുകയാണ്. മാത്രമല്ല, ഈ ഇടവകയിലെ ഓരോ അംഗങ്ങളും ബാങ്കിൻ്റെ പ്രത്യക്ഷവും പരോക്ഷവുമായ ഇടപെടലിൽ പരസ്പരം കടപ്പെട്ടിരിക്കുന്നു. റോഡ്രിക്സ് അച്ഛൻ കാലങ്ങൾക്ക് മുമ്പ് തുടക്കമിട്ട തൊണ്ടിയിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിക്കുവാൻ സെന്റ് ജോസഫ് പള്ളിയിലെ ഈ ഇടവക വികാരിക്ക് വാക്കുകൾ തികയുന്നില്ല. പേരാവൂർ മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ കുടിയേറ്റത്തിന് 100 വർഷങ്ങളിലേക്ക്, ആ നാഴികക്കല്ലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഈ നാട് ഒത്തിരിയേറെ പുരോഗമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആത്മീയമായിട്ടും സാമൂഹികമായിട്ടും എടുത്തു പറയത്തക്ക രീതിയിൽ സാമ്പത്തികമായിട്ടും. ഈ സാമ്പത്തികമായ പുരോഗതിയിലേക്ക് ഈ നാടിനെ നയിക്കുവാൻ തൊണ്ടി സർവീസ് സഹകരണ ബാങ്കിന് ഒത്തിരിയേറെ സാധിച്ചിട്ടുണ്ട്. ഇതിന്റെ കുടിയേറ്റത്തിന്റെ ആദ്യ നാളുകളിൽ തന്നെ ഇവിടെ ഇരുന്ന ബഹുമാനരായ ദീർഘദർശികളായ വൈദികർ ഇതിന് മുൻകൈ എടുക്കുകയും, ഇവിടെ മാത്രമല്ല മലബാറിന്റെ പല ഭാഗത്തും ഇവിടെ റോഡ്രിക്സ് അച്ഛൻ ആണ് നേതൃത്വം കൊടുത്തത്. അങ്ങനെ അച്ഛൻ തന്നെ അതിന്റെ പ്രസിഡന്റായി, ഒരുപക്ഷെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ടൊരു വൈദിക ഒരു സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റുമാരാകുന്നത്. അതിനുശേഷം ബഹുമാനായ ഫിലിപ്പ് മുറിഞ്ഞുകല്ലിൽ അച്ഛനാണ് ഇതിന്റെ പ്രസിഡന്റായിട്ട് ശുശ്രൂഷ ചെയ്തത്. ഈ വൈദികരുടെ നേതൃത്വം വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ആളുകൾക്ക് വലിയൊരു വിശ്വാസവും, ഈ പ്രത്യേകിച്ചും ഈ സഹകരണ പ്രസ്ഥാനത്തോടുള്ള ഒരു വിശ്വാസവും അതിന്റെ സാധ്യതകളും ആളുകൾ, കുടിയേറ്റ ജനത മനസ്സിലാക്കുകയും ആ രീതിയിൽ വളരെ പെട്ടെന്ന് വളരുകയും ചെയ്തു. ആ കുടിയേറ്റ ജനത്തിന്റെ ആർജവത്വം ഇന്നും ഈ നാട്ടിലെ ജനങ്ങൾക്കുമുണ്ട്, ഈ സ്ഥാപനത്തിനുണ്ട്. സ്ഥലം MLA സണ്ണി ജോസഫ് ബാങ്കിന്റെ ഇടപാടുകാരിൽ ഒരാളാണെന്ന് മാത്രമല്ല, ബാങ്കിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രോത്സാഹനവും പങ്കാളിത്തവും വേഗവും കൂടിയാണ്. ആ സംഘത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്, നയിക്കുന്നതിന് ആ ഒരു ടീം വർക്കിൽ സാധിക്കും. സണ്ണി സിറിയക്ക് ബേസിക്കലി അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. എങ്കിൽ പോലും അദ്ദേഹം സമയം കണ്ടെത്തുന്നു. അദ്ദേഹം എങ്ങനെ ആ സ്ഥാപനത്തെ ഒരു സാമ്പത്തിക സ്ഥാപനം എന്ന നിലയിൽ വളർത്താമെന്ന് അദ്ദേഹം പഠിക്കുന്നു. വൈവിധ്യവൽക്കരണം, വിവിധ പരിപാടികൾ ഏറ്റെടുക്കുന്നു, അതിനായിട്ട് യാത്ര ചെയ്യുന്നു. കർഷകരുടെ ഒരു സംഘമാണ് തൊണ്ടിയിൽ ബാങ്ക്. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സേവന സന്നദ്ധ പദ്ധതികൾ അവിടെ കൊണ്ടുവരുന്നു. കർഷകരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു.
ഒരു സഹകരണ സ്ഥാപനം ഏറ്റവും ഫലപ്രദമായി ജനോപകാരപ്രദമായി എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം എന്നതിൻ്റെ ഒരു ശരിയായ ഒരു ഉദാഹരണം തന്നെയാണ് തൊണ്ടിയിൽ ബാങ്ക്. അങ്ങനെ സർവ്വവിധ പിന്തുണയോടെ മുന്നോട്ട് ചലിക്കുന്ന ബാങ്ക് മറ്റ് സഹകരണ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് മാതൃകയാകുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറമുള്ള പരസ്പര പ്രവർത്തന സഹകരണമാണ് വ്യക്തമാക്കപ്പെടുന്നത്. ഭരണസമിതി മീറ്റിംഗിൽ വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുമ്പോഴുണ്ടാകുന്ന സമന്വയം നാട്ടുകാരുടെ അഭിവൃദ്ധി മുന്നിൽ നിർത്തിയാണെന്നത് എടുത്തു പറയേണ്ടതാണ്. ഓരോ അംഗങ്ങളുടെയും അഭിപ്രായത്തിന് ചെവി കൊടുത്ത് ഇടപാടുകാരുടെയും നാടിൻ്റെയും സമഗ്ര പുരോഗതി ലക്ഷ്യമിടുമ്പോൾ അത് ബാങ്കിൻ്റെ നേട്ടവും വിജയവുമായി മാറുന്നു. ഈ ബാങ്ക് വന്നതിന് ശേഷം ഇവിടെ ഇങ്ങനെ ഒരു ബ്ലേഡ് ബാങ്ക് എന്ന് പറയുന്ന സമ്പ്രദായം ഇല്ല. ബ്ലേഡ് പലിശ ഇല്ല. എല്ലാവർക്കും ബാങ്കിൽ വന്ന രാഷ്ട്രീയ ഭേദമന്യേ, ജാതി മത ഭേദമന്യേ തൊണ്ടി കോപ്പറേറ്റീവ് ബാങ്കിൽ ഇലക്ഷൻ നടക്കുന്നില്ല. ഇപ്പോൾ 2 ടേമിലേക്ക് ഞാൻ പ്രസിഡൻ്റായി 2 ടേമിലും ഇലക്ഷൻ ഇല്ലാതെയാണെന്ന്. 3ാമത്തെ ടേമിൽ ഇപ്പോൾ നമ്മൾ ഇലക്ഷൻ ഇല്ലാതെയാണ്. ഇപ്പോൾ 4 മാസമായില്ലേ. ഇപ്പോൾ 3ാമത്തെ ടേമിലും നോമിനേഷൻ കൊടുക്കാൻ ആളില്ല. അത് നല്ലൊരു ഭരണ സംവിധാനത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന ഭരണസമിതിക്കും ആ ബാങ്കിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും രാഷ്ട്രീയ പാർട്ടികളുടെ അതിപ്രസരം നടക്കുമ്പോൾ ഈ ബാങ്കിലേക്ക് നോമിനേഷൻ കൊടുക്കാതെ എല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു. നോമിനേഷൻ കൊടുക്കണ്ട എന്ന് പറഞ്ഞ് ഒരു ഭരണസമിതിക്ക് പിന്തുണ തരുന്നൊരു ബാങ്കും അതിനനുസരിച്ച് കൂടെ ചേർന്ന് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റും. സഹകരണ രംഗത്ത് വിജയഗോപുരം തീർത്ത് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക് മുന്നേറുമ്പോൾ കണ്ണൂരിൻ്റെ മണ്ണിൽ വ്യത്യസ്തമായ ചരിത്രവും മാതൃകയും കുറിക്കപ്പെടുകയാണ്. ഇനിയും കൂടുതൽ മുന്നേറുവാനുള്ള കരുത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് തൊണ്ടിയിൽ സർവീസ് സഹകരണ ബാങ്ക്.